ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മനോഹർ കാപ്പിയൊക്കെ മേടിച്ച് ഹോസ്പിറ്റലിൽ കൂടി ഇങ്ങനെ നടക്കുക കേട്ടോ. ആ സമയത്ത് ശാരി പയ്യെ വീട്ടിൽ നിന്ന് ഫുഡും സാധനമൊക്കെ ആയിട്ട് വരുവാണ്. എന്നിട്ട് മനോഹറിനെ കണ്ടിട്ട് പറയുകയാണ്, എൻ്റെ പൊന്നു മനുമോനെ, നീ ഇനി കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കുക. അന്ന് തൊട്ട് മോൻ ഹോസ്പിറ്റലിൽ കൂടെ ഓടി ഓടി നീ പകുതിയായി. അമ്മയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല എന്നിങ്ങനെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ മനോഹർ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല അമ്മേ, സരയുവിനും കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ കൂടെ നമ്മുടെ നിഷ സ്കൂട്ടറെ വരും കേട്ടോ. നിഷ ഇങ്ങനെ സ്കൂട്ടറെ വരുന്നതുകൊണ്ട് ശാരി അങ്ങ് പയ്യെ തിരിഞ്ഞു നോക്കുവാണ്. അപ്പോൾ ശാരി ആരെയാണ് നോക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മനു തിരിഞ്ഞു നോക്കുമ്പോൾ മനു നിഷയെ കാണും കേട്ടോ. നിഷയെ കാണുമ്പോഴേക്കും പെട്ടെന്ന് വെപ്രാളം പിടിച്ച് മനു പറയും, എന്നാൽ ശരി അമ്മ, ഞാനങ്ങ് പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവുക കേട്ടോ. അപ്പം മനുവിൻ്റെ ഈ വെപ്രാളവും നിഷയെ കണ്ടിട്ടുള്ള ഈ മുങ്ങലും ഒക്കെ കാണുമ്പം ശാരിക്ക് എന്തോ ചെറിയൊരു സംശയം തോന്നും കേട്ടോ. പക്ഷേ ശാരി ഒന്നും മിണ്ടുന്നില്ല. അത് കഴിഞ്ഞ് നിഷ അങ്ങ് കയറി പോകാൻ നേരത്ത് നിഷേനെ നൈസായിട്ട് വിളിക്കുവാണ്. മോളെ, ഓർമ്മയുണ്ടോ എന്നെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ നിഷ പറയാണ്, എങ്ങനെ മറക്കാനാണ്, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറച്ച് മുഖങ്ങളിലൊന്നാണ് നിങ്ങളുടെ മുഖം എന്നിങ്ങനെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ശാരി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് മോളെ, ഹസ്ബൻഡൊക്കെ, കല്യാണ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നിഷ പറയാണ്, കല്യാണ ജീവിതത്തെ പറ്റി ഒന്നും പറയാതിരിക്കുക ഭേദം, നല്ല സൂപ്പറായിട്ട് പോകുന്നു. ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു വിവാഹ ജീവിതം കിട്ടരുതെന്നാണ് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുക. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ശാരിക്കാകെ അടി കിട്ടിയ പോലെ നിൽക്കുവാണ്. എന്ത് ചോദിക്കണം എന്നറിയാതെ, കൂടുതലൊന്നും ചോദിക്കാനും പറ്റാത്ത രീതിയിൽ ശാരി ഇങ്ങനെ നിൽക്കുവാണ്. അത് കഴിഞ്ഞ് ചോദിക്കുകയാണ്, ഹസ്ബൻഡ് വന്നില്ലേന്ന് ചോദിക്കുമ്പോഴേക്കും അതൊക്കെ പറയാം, അതൊക്കെ നിങ്ങൾ വഴിയേ അറിഞ്ഞോളും എന്നൊക്കെ ഇങ്ങനെ പറയുക. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഇതെന്താ ഈ പെണ്ണ് ഇങ്ങനെ പറയുന്നതെന്ന് ഓർത്തിങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് നിഷ ചോദിക്കുകയാണ്, അല്ല നിങ്ങളുടെ മരുമോൻ ഇവിടെ ഇല്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശാരി പറയുന്നുണ്ട്, ഇവിടെ ഉണ്ടായിരുന്നു, ഇത്രയും നേരവും മോളിങ് വരുന്നത് കണ്ടായിരുന്നു എന്നിങ്ങനെ പറയുക. അപ്പം നിഷ എടുത്തടിച്ചോലോ പറയാണ്, അതെനിക്ക് തോന്നി, അപ്പോൾ എങ്ങോട്ടേലും മാറിപ്പോയതായിരിക്കും അല്ലേ എന്നും കൂടെ ചോദിക്കും കേട്ടോ. അതോട് കേൾക്കുമ്പോൾ ശാരിക്ക് ആകെ കൂടി ഒരു അടി കിട്ടിയ അവസ്ഥയാവുകയാണ്. എന്നിട്ട് നിഷ അവിടെ നിന്ന് പോവുക കേട്ടോ. അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഡൗട്ടൊക്കെ അടിച്ച് ശാരി പയ്യെ സരുവിൻ്റെ അടുത്ത് ചെല്ലുവാണ്. എന്നിട്ട് പറയുകയാണ്, മോളെ, എന്തായാലും ഇത്രയൊക്കെ ആയ കാര്യങ്ങൾ, ഇനിയിപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞല്ലോ, മനുവിനോട് എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കാൻ പറ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും സരി പറയുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ടമ്മേ, ഒരു 3-4 മാസത്തേക്ക് റെസ്റ്റ് വേണമെന്നാണ് മനുവേട്ടൻ പറയുന്നത്, അപ്പോഴത്തേക്കും പോവാം. അതുവരെ അവരൊക്കെ മുമ്പിൽ എനിക്ക് എൻ്റെ മോളെ ഒന്ന് ശരിക്കും കൊഞ്ചിക്കണം, 4 പേര് കാണുന്ന രീതിയിൽ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ശാരി ചോദിക്കുകയാണ്, അല്ല മോളെ, നിഷ എന്ന് പറയുന്ന പെങ്കൊച്ചില്ലേ, അവൾക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നേ, ഇപ്പം ഞാൻ താഴെ വെച്ച് അവളെ കണ്ടായിരുന്നു, താലിമാലയൊന്നും കഴുത്തേലില്ല, കൂടെ എന്തൊക്കെയോ ഒരു മൂഡ് ഓഫ് എന്നിങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും സരി പറയണം, അന്ന് ലാസ്റ്റ് വീട്ടിൽ വന്നപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞില്ലായിരുന്നോ, എന്തോ ഒരു കുഴപ്പം പോലെ എനിക്കും തോന്നി എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, അതല്ല മോളെ, മനു അവളെ കണ്ടതേ അങ്ങ് തിരിഞ്ഞു പോയി എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സരി പറയണം, അത് പിന്നെ മനുവേണ്ട അങ്ങനെയല്ലേ, ഏതെങ്കിലും പെണ്ണുങ്ങളുടെ മുഖത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശാരി ഇങ്ങനെ സരിവിനെ കാണിക്കാൻ വേണ്ടി ഒന്ന് ചിരിച്ചു കാണിക്കും കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന പ്രകാശനെയാണ്. പ്രകാശനമ്മ പറയുക, എടാ പ്രകാശ, ഇനി കല്യാണം നടക്കാതിരിക്കുമോ, കാർത്തിയമോൾ അമ്മയെ തിരിച്ച് ചെന്നൈക്ക് പറഞ്ഞു വിട്ടു എന്നല്ലേ പറഞ്ഞേ, ഇപ്പം വരും, എന്താണോ ഇനിയിപ്പം നിൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം കാർത്തിക് അങ്ങ് വരും കേട്ടോ. കാർത്തിക് അങ്ങ് വന്നിട്ട് പറയാണ്, അമ്മേനെ ഒരു കണക്കിനെ പറഞ്ഞ് ചെന്നൈക്ക് വിട്ടു. അപ്പോൾ പ്രകാശൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴേക്കും, അച്ഛൻ്റെ ആദ്യ ഭാര്യയും മക്കളും കള്ളക്കേസിൽ അച്ഛനെ കുടിക്കുകയെന്നാണ് പറഞ്ഞേ, അപ്പം തന്നെ അമ്മ DGPനെ വിളിക്കാൻ വേണ്ടി തുടങ്ങിയായിരുന്നു, പിന്നെ ഞാൻ ഓൾറെഡി വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ വിളിക്കാതിരുന്നത്, എങ്കിലും അമ്മ നല്ല വാശിയിലും ദേഷ്യത്തിലുമാണ്, അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്, അമ്മയ്ക്ക് അത്രയ്ക്ക് വിഷമമായി പോയി എന്നിങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും പ്രകാശിനെ അമ്മ പെട്ടെന്നൊരു കള്ളക്കരച്ചിലും കയറിയോ കേട്ടോ, വാ വിട്ട് അയ്യോ എന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്കും ഇത് കണ്ട് നമ്മുടെ പ്രകാശനും വിക്രം ഇങ്ങനെ അന്തം വിട്ടുപോലെ നോക്കുവാണ്. വിക്രം ഇങ്ങനെ ഈ പെണ്ണുമ്പിള്ളി ഇത് എന്നെ ഈ കാണിക്കുന്നതെന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അമ്മ ഒട്ടും കരച്ചിൽ കുറയ്ക്കാണ്ടങ്ങ് വാ വിട്ട് കരയുവാണ്. ഇതൊക്കെ കാണുമ്പോൾ കാർത്തികയ്ക്ക് ചെറുതായിട്ട് ചിരി വരുന്നുണ്ട്. എന്നിട്ട് കാർത്തിക പറയാണ്, വിഷമിക്കേണ്ട മുത്തശ്ശി, സാരമില്ല, പോട്ടെ, സമാധാനപ്പെടുന്നൊക്കെ പറയുക കേട്ടോ. അത് കഴിഞ്ഞ് കാർത്തിക അവിടെ നിന്ന് പയ്യെ കയറി പോവാണ്, കിളവിയുടെ ഓരോ ആക്ടിംഗ് എന്നും പറഞ്ഞുകൊണ്ട്. ആ സമയത്ത് വിക്രം പ്രകാശിനോട് ചോദിക്കുകയാണ്, ഈ അമ്മൂമ്മ ഇതായിരുന്നു ഈ കാണിക്കുന്നത്, ഇത് ഓവറാക്കി ചളവാക്കുമോ, ഇപ്പോൾ കരയേണ്ട കാര്യം വല്ലതും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുവാണ്.
ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ അമ്മൂമ്മ ഇങ്ങനെ കുളമായോ എന്നോർത്തിങ്ങനെ പ്രകാശനെ നോക്കുക. അപ്പോൾ പ്രകാശൻ പറയുക, ഏയ് ഇല്ലടാ, അമ്മ കരഞ്ഞത് കറക്റ്റാ, നന്നായി അമ്മ കരഞ്ഞത്. നമുക്കൊക്കെ വിഷമമുണ്ടല്ലോ എന്ന് വെച്ച് കരയാൻ പറ്റുമോ? അതുമാത്രമല്ല, കാർത്തികയ്ക്ക് തോന്നണം ഈ കല്യാണം മുടങ്ങിയതിൽ അവളെക്കാളും നമുക്ക് വിഷമമുണ്ടെന്നുള്ളത് അവൾക്ക് തോന്നണം. അപ്പോൾ എന്തായാലും അമ്മ കരഞ്ഞത് അതിന് പറ്റിയ കാര്യമാണ് എന്നിങ്ങനെ പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വിക്രം എന്തേലും കാണിച്ചു കൂട്ടുന്നുള്ള രീതിയിൽ തലയാട്ടമാണ്. അത് കഴിയുമ്പോഴേക്കും പ്രകാശൻ അമ്മ പറയുക, എടാ പ്രകാശ, എന്തേലും കാണിച്ച് ഇനി കല്യാണം നടത്തണം. 2 മാസത്തിനുള്ളിൽ നടത്തിയില്ലെങ്കിൽ ഇനി ശരിയാവുകയില്ല. ഇത്രയും നാൾ നമ്മൾ പറഞ്ഞാണ് അവളെ ഒരു കണക്കിന് നാട്ടിലെത്തിച്ചത്. അപ്പം അതേ കിടക്കുന്നു ഇങ്ങനെയൊക്കെയായി കാര്യങ്ങൾ. ഇനിയും വെച്ച് താമസിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ തീരെ ശരിയല്ല എന്ന് നിനക്കറിയാമല്ലോ എന്നൊക്കെ പറയുവാണ്. പിന്നെ കാണിക്കുന്ന കിരണിനെയും കല്യാണീനെയാണ്. അവർ ദീപയോട് വന്നിട്ട് പറയുവാണ്, സരയു നമ്മളെ കാണിക്കാൻ വേണ്ടി കുഞ്ഞിനെ ഭയങ്കര ലാളനെയും കൊഞ്ചിക്കലൊക്കെയാണ്. അത് കേൾക്കുമ്പോൾ ദീപ പറയുന്നുണ്ട്, അവൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോട്ടെ, കുഞ്ഞുങ്ങളെ വെച്ചൊരു മത്സരമൊന്നും വേണ്ട എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴേക്കും കല്യാണി പറയുന്നുണ്ടോ, അങ്ങനെയൊന്നുമില്ല അമ്മേ, പക്ഷെ താരാൻറ്റി വന്നു കഴിഞ്ഞാൽ ഷാരിയോട് കുഞ്ഞിനെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പം നമ്മുടെ ദീപയൊക്കെയാണ്, അങ്ങനെ എപ്പോഴും നമ്മൾ വാശി പിടിച്ച് അവരെങ്ങനെ കാണിക്കാനാണെന്ന് ചോദിക്കുമ്പോഴേക്കും കല്യാണി പറയാണ്, കുളിക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ അവൾ ഉറങ്ങുന്ന സമയത്തൊക്കെ താരാൻറ്റീനെ വേണമെങ്കിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് കാണിക്കാമല്ലോ ഷാരിക്ക് എന്നിങ്ങനെ പറയുവാണ്. ഇതൊക്കെ കഴിഞ്ഞ് കിരൺ പറയുവാണ്, ഇപ്പോൾ അവളുടെ അച്ഛനാണ് വട്ട്, ഇനി അത് ആരുടെ കുഞ്ഞാന്ന് അവൾ അറിഞ്ഞു കഴിയുമ്പോൾ ശരിക്കും ഷോക്ക് കൊടുക്കേണ്ട വരുന്ന അവസ്ഥ അവൾക്കായിരിക്കും ഉണ്ടാവാൻ പോകുന്നതെന്നൊക്കെ പറയുക കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും സരയുവിൻ്റെ അടുത്ത് വന്ന് മനോഹർ ഇരുന്നിട്ട് പറയാണ്, എന്തായാലും മോളു, ഇനി നമ്മൾ പോകുന്നോടം വരെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി തന്നെ ജീവിച്ചേ പറ്റുള്ളൂ. അവരുമായിട്ട് ഇനി പ്രശ്നത്തിനൊന്നും കൂടുതൽ പോകണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ശാരി അങ്ങ് പയ്യെ മുറിയിലോട്ട് വരും കേട്ടോ. അപ്പോൾ ശാരിയെ കാണുമ്പോഴേക്കും മനോഹർ പറയുക, അല്ല അമ്മേ, ഞാൻ അമ്മയുടെ മോളോട് പറയുമായിരുന്നു അയൽവക്കക്കാരുമായിട്ട് വെറുതെ പ്രശ്നത്തിനൊന്നും പോവണ്ട എന്നിങ്ങനെ. അപ്പോഴേക്കും ശാരിയും പറയുകയാണ്, അത് ശരിയാ മോനെ എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുക. പിന്നെ ഇവയ്ക്ക് ജന്മനാ ഉള്ള സ്വഭാവം ഇതാ, മോനെ കണ്ടപ്പോഴാണ് ഇച്ചിരി മാറ്റം വന്നത്. അതെന്തായാലും മാറ്റാൻ പറ്റുമല്ലോ ഒരാളുടെ അടിസ്ഥാനമായിട്ടുള്ള സ്വഭാവം. ഇനി ആകെക്കൂടെ ഇതിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ഇവളെ എന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് അമേരിക്കയ്ക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കാൻ പറയുമോ കേട്ടോ. ഇങ്ങനെ ശാരി പറയുമ്പോഴത്തേക്കും മനോഹർ ആകെക്കൂടി ഒന്ന് പെട്ടുപോവാണ്. എന്നിട്ട് പറയാണ്, ഞാൻ കമ്പനി ചോദിക്കാം അമ്മേ എന്നിങ്ങനെ പറയുവാണ് അറിയാതെ. അപ്പോഴേക്കും ശാരി ചോദിക്കുവാണ്, കമ്പനി ചോദിക്കാമെന്നോ? അതിന് മോൻ്റെ സ്വന്തം കമ്പനിയല്ലേ, മോനല്ലേ തീരുമാനം എടുക്കുന്നത്, പിന്നെ ആരോട് ചോദിക്കാനാ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും മനോഹർ വീണ്ടും അവിടെ കിടന്ന് ഉരുണ്ടിട്ട് പറയാണ്, ഇല്ല ശരിയാക്കാം അമ്മേ, കുഴപ്പമില്ല എന്ന് പറയുവാണ്. അപ്പം മനോഹറിൻ്റെ ഈ ഉറപ്പില്ലായ്മയും ഈ പതറിച്ചയൊക്കെ ശാരി ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ശാരി ഇങ്ങനെ ചിന്തിക്കുവാണ്, എൻ്റെ ദൈവമേ ഇതും ഇല്ലേ, ഇതും പോയോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നിട്ട് ശാരി മുറിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പറയുകയാണ്, ആകെ രൂപയുടെ കൂടെ ഉണ്ടായിരുന്ന കാലത്തായിരുന്നു കുറച്ച് നല്ല സമയം. അത് കഴിഞ്ഞ് മോൻ വന്നപ്പോഴാണ് പിന്നെ ഞങ്ങളുടെ സമയമൊന്ന് ശരിയായത്. ഇനിയിപ്പോൾ എന്താവുമോ എന്തോ എന്നിങ്ങനെ പറഞ്ഞിട്ടങ്ങ് പോവുക കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും മനോഹർ സരയുവിനോട് പറയാണ്, അമ്മ എന്താ ഇപ്പം അങ്ങനെ പറഞ്ഞേ, അമ്മയ്ക്ക് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ എന്ന് പറയുമ്പോഴേക്കും സരയു പറയുകയാണ്, അങ്ങനൊന്നുമില്ല, എന്തായാലും അയൽവക്കക്കാർ കാണും ഭാഗത്തിന് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊഞ്ചിച്ച് നല്ലപോലെ ലാളിച്ചിട്ട് മാത്രമേ പോരാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കാണിക്കുന്ന പ്രകാശിൻ്റെ അമ്മേനാണ്. രണ്ടുപേരും ക്ഷേത്രത്തിൽ വന്നിട്ട് താലി പൂജിച്ച പൂജാരിയോട് ചോദിക്കുവാണ്, കല്യാണത്തിന് വന്നായിരുന്നോ, സദ്യയൊക്കെ കഴിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോഴേക്കും തിരുമേനി പറയുകയാണ്, കഴിച്ചില്ല, കല്യാണം മുടങ്ങിയതുകൊണ്ട് സദ്യ കഴിച്ചില്ല എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന പ്രകാശിൻ്റെ അമ്മ ചോദിക്കുകയാണ്, അതെന്താ ബാക്കിയുള്ളവരൊക്കെ വന്ന് ഫുഡെങ്കിലും തട്ടിയിട്ട് പോയല്ലോ, ഫുഡല്ലായിരുന്നോ, തിന്നാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും തിരുമേനി പറയാം, കല്യാണം നടക്കാത്ത സ്ഥിതിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു മര്യാദയല്ലല്ലോ എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ പ്രകാശൻ പറയാണ്, ഇങ്ങനെ ഓരോരോ തിരുമേനിമാർ നിങ്ങളുടെ പൂജയുടെ ഗുണം കൊണ്ടാണ് നടക്കാത്തതെന്നുള്ള രീതിയിൽ പറയുക കേട്ടോ. അപ്പോഴേക്കും തിരുമേനി ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. തിരുമേനി പറയാണ്, ഭക്തൻ്റെ മനസ്സ് ശരിയായ ഭഗവാൻ കേൾക്കും എന്നിങ്ങനെ പറയുക കേട്ടോ. അത് പ്രകാശിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പ്രകാശനും അമ്മയും കൂടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് കിരണിനെയും കല്യാണീനെയും കാണുന്നത്. അപ്പോൾ പ്രകാശൻ വെല്ലുവിളിക്കുക, നീയൊക്കെ എന്ത് വിചാരിച്ചാലും എന്ത് കാണിച്ചാലും കാർത്തികമ്മോളുടെ അമ്മയായിട്ടുള്ള എൻ്റെ വിവാഹം നടക്കും എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, നടക്കട്ടെ, അതിനു മുമ്പ് കോടതി വെച്ച് നമുക്ക് കാണാം എന്ന് പറയുവാണ്. അത്രയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.